നമസ്കാരം. അയോധ്യയിൽ വൻ സുരക്ഷാ വീഴ്ചയുണ്ടായതായ റിപ്പോർട്ടുകൾ വരികയാണ്. അതായത് അയോധ്യ ശ്രീരാമ ക്ഷേത്രത്തിലേക്ക് ഒരു കശ്മീരി യുവാവ് നുഴഞ്ഞു കയറുകയും ക്ഷേത്രത്തിനകത്ത് നിസ്കരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. ഇന്ന് രാവിലെയാണ് അയോധ്യയിൽ ഇത്തരത്തിലൊരു സംഭവം നടന്നത്. സുരക്ഷാ ഏജൻസികൾ ഉടൻ തന്നെ ഇയാളെ പിടികൂടുന്നു. ഇയാൾ നമസ്കരിക്കാൻ അല്ലെങ്കിൽ നിസ്കരിക്കാനുള്ള ആ ശ്രമം പാഴാകുന്നു. അതിനുശേഷം നിസ്കാരത്തിനുള്ള ശ്രമം തടഞ്ഞതിന് ശേഷം ഇയാൾ സുരക്ഷാ സേനയ്ക്കെതിരെയും രാജ്യത്തിനെതിരെയും വലിയ രീതിയിലുള്ള മുദ്രാവാക്യം വിളിക്കുന്ന സാഹചര്യം പോലും ഇന്ന് ഉണ്ടായിട്ടുണ്ട്. അതായത് ജമ്മു കാശ്മീരിലെ ഷോപ്പിയാൻ സ്വദേശിയായ അഹമ്മദ് ഷെയ്ഖ് എന്ന യുവാവാണ് ഇന്ന് രാവിലെ അയോധ്യ ശ്രീരാമ ജന്മഭൂമിയിലെ ക്ഷേത്രത്തിലേക്ക് നുഴഞ്ഞു കയറിയത്. ഗേറ്റ് നമ്പർ D1 വഴിയാണ് ഇയാൾ ആ കാശ്മീരി വസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെ നുഴഞ്ഞു കയറുന്നത്. തുടർന്നാണ് ഇയാൾ ഈ ഒരു യുവാവ് കശ്മീരി വസ്ത്രം ധരിച്ചുകൊണ്ട് ക്ഷേത്രത്തിനകത്ത് കയറി എന്ന രീതിയിൽ, ഇസ്ലാമിക വസ്ത്രമാണ് അദ്ദേഹം ധരിച്ചിരുന്നത്, അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിനകത്ത് കയറി എന്ന രീതിയിൽ സുരക്ഷാ ഏജൻസികൾ കണ്ടെത്തുന്നു. ഇയാളെ പിടികൂടാൻ സുരക്ഷാ ഏജൻസികൾ എത്തുമ്പോൾ ഇയാൾ അവിടെ നിസ്കരിക്കാനുള്ള ശ്രമം നടത്തുകയായിരുന്നു. ആ ശ്രമം പോലീസ് തടയുന്നു, സുരക്ഷാ സേന തടയുന്നു. അതിനെ തുടർന്ന് ഇയാൾ മുദ്രാവാക്യം വിളി ആരംഭിക്കുന്നു. ഇയാളെ പിന്നീട് സുരക്ഷാ സേന അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികളടക്കം ഇപ്പോൾ ഈ യുവാവിനെ ചോദ്യം ചെയ്യുകയാണ്. ഈ യുവാവിനെ കുറിച്ചുള്ള വിവരങ്ങൾ എന്താണ്, ഇയാൾ എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ വന്നത്, എന്തായിരുന്നു ഉദ്ദേശം എന്നൊന്നും ഇപ്പോൾ സുരക്ഷാ ഏജൻസികൾ പുറത്തുവിട്ടിട്ടില്ല. ഇതൊരു സെൻസിറ്റീവ് ഇൻഫർമേഷനാണ്. പ്രത്യേകിച്ചും ഉത്തർപ്രദേശിൽ ഒരു മുസ്ലിം യുവാവ് ഇത്തരത്തിൽ അയോധ്യ ശ്രീരാമ ക്ഷേത്രത്തിൽ നിസ്കാരത്തിന് ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു സെൻസിറ്റീവ് ഇഷ്യൂ ആണ്. വലിയ രീതിയിലുള്ള കലാപങ്ങളും അതുപോലെ തന്നെ അക്രമ സംഭവങ്ങളും ഒക്കെ ഉണ്ടാകാൻ ഈ ഒരു വാർത്ത മതി. അതുകൊണ്ട് തന്നെ ഇത്തരം വാർത്തകൾ പരക്കാതിരിക്കാൻ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അന്വേഷണ ഏജൻസികൾ പുറത്തുവിട്ടിട്ടില്ല. വരും ദിവസങ്ങളിൽ ഇത്തരം വിവരങ്ങൾ പുറത്തു വരും എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ തീവ്രവാദ വിരുദ്ധ വിഭാഗവും NIAയും അതുപോലെ തന്നെ ദേശീയ രഹസ്യാന്വേഷണ ഏജൻസികളും എല്ലാം തന്നെ ഇപ്പോൾ ഈ യുവാവിനെ ചോദ്യം ചെയ്തു വരികയാണ്. ഇയാളുടെ പിന്നിൽ ഇങ്ങനെ ഒരു പ്രവർത്തനം നടത്താനുള്ള കാരണം എന്ത് എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷണം നടത്തി വരികയുമാണ്. അയോധ്യ ശ്രീരാമ ക്ഷേത്രം ഈ രാജ്യത്ത് ഏറ്റവും അധികം സുരക്ഷ നൽകപ്പെടുന്ന കെട്ടിടങ്ങളിൽ ഒന്നാണ്. അതായത് ഇന്ത്യൻ പാർലമെൻറ്റിനെ പോലെ അതുപോലെ തന്നെ ഇന്ത്യയുടെ മറ്റു പല കെട്ടിടങ്ങളെയും പോലെ തന്നെ അയോധ്യ ശ്രീരാമ ക്ഷേത്രത്തിൽ വലിയ സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. കേന്ദ്രസേനയും ഉത്തർപ്രദേശ് പോലീസും എല്ലാം ഈ സുരക്ഷ ഒരുക്കുന്നതിൽ പങ്കാളികളാണ്. ISRO അടക്കം ഈ അയോധ്യ ശ്രീരാമ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സുരക്ഷയിൽ പങ്കാളികളാണ്. കാരണം 4ഓളം ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അയോധ്യയിലെ സുരക്ഷ നിയന്ത്രിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. ഇതനുസരിച്ചിട്ട് അയോധ്യ ക്ഷേത്രത്തിന് നേരെ ഇതിനോടകം തന്നെ നിരവധി ഭീഷണികളും ഉണ്ടായിട്ടുണ്ട്. അയോധ്യയിൽ ഉണ്ടായിരുന്ന തർക്കമന്ദിരം തകർത്തതിനെതിരെ അവിടെ ശ്രീരാമ ക്ഷേത്രം തകർത്ത് പഴയതുപോലെ മസ്ജിദ് നിർമ്മിക്കും എന്നൊക്കെയുള്ള ചില ഭീഷണികളും തീവ്രവാദ സംഘടനകളിൽ നിന്നുണ്ടായിട്ടുണ്ട്. സ്വദേശത്തും വിദേശത്തുമുള്ള തീവ്രവാദ സംഘടനകൾ ഇത്തരത്തിലുള്ള ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അയോധ്യ ശ്രീരാമ ക്ഷേത്രത്തിന് രാജ്യത്ത് നൽകാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഈ സുരക്ഷാ സംവിധാനങ്ങൾ മറികടന്നുകൊണ്ടാണ് ഇന്ന് ഒരു യുവാവ് അതിനകത്ത് പ്രവേശിച്ചതും അവിടെ നിസ്കരിക്കാൻ ശ്രമിച്ചതും. ഇതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ സുരക്ഷാ സേനയും അതുപോലെ തന്നെ രഹസ്യാന്വേഷണ ഏജൻസികളും ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. യുവാവിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ ചോദ്യം ചെയ്യലിൽ നിർണായകമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് സൂചന. വരും ദിവസങ്ങളിൽ എന്താണ് സംഭവിച്ചതെന്നും ഈ യുവാവിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്ത് എന്നും പുറത്തുവിടും എന്നാണ് കരുതപ്പെടുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.